മലയാളികൾക്ക് പ്രണയത്തിലും വിരഹത്തിലും സന്തോഷത്തിലും സന്താപത്തിലും കൂട്ടായിരുന്ന ആ മനോഹര ഗാനം നിലച്ചു. ഭാവഗായകന് വിട. ഭാവഗായകൻ പി ജയചന്ദ്രന്റെ മൃതദേഹം ഉടൻ പൂങ്കുന്നത്തെ വീട്ടിലെത്തിക്കും. 10 മുതൽ 12 മണിവരെ സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനത്തിന് വെക്കും. ശേഷം തിരികെ വീട്ടിലെത്തിക്കും. നാളെ വൈകിട്ട് 3:30 പറവൂർ ചേന്ദമംഗലം പാളിയത്ത് ശ്മശാനത്തിൽ സംസ്കാരം നടക്കും. ഇന്നലെ രാത്രി 7:54 പി ജയചന്ദ്രന്റെ അന്ത്യം. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം ഒരാഴ്ചയിലേറെയായി അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടുവെങ്കിലും ഇന്നലെ രോഗം ഗുരുതരമായതിനെ തുടർന്ന് വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണസമയത്ത് ഭാര്യയും മക്കളും കൂടെയുണ്ടായിരുന്നു. പൂങ്കുന്നം സീതാറാം മിൽ ലൈനിൽ ഗുൽമോഹർ ഫ്ളാറ്റിലായിരുന്നു താമസം. എറണാകുളം രവിപുരത്ത് 1944 മാർച്ച് 3 രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും 5 മക്കളിൽ മൂന്നാമനായി ജനനം. 1958 ആദ്യ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മൃദംഗത്തിൽ 1-ാം സ്ഥാനവും ലളിതഗാനത്തിൽ 2-ാം സ്ഥാനവും ലഭിച്ചു. ലളിതഗാനത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും യേശുദാസ് ആയിരുന്നു 1-ാമത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദം നേടിയ ശേഷം മദ്രാസിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്ക് കയറി. ചലച്ചിത്ര ഗാനാലാപനത്തിൽ ശ്രദ്ധേയനായതോടെ ജോലി ഉപേക്ഷിച്ചു. ഭാര്യ ലളിത, മക്കൾ ലക്ഷ്മി, മകൻ ഗായകനായ ദിനനാഥ്. നഗക്ഷതങ്ങൾ ഉൾപ്പെടെ സിനിമകളിലും ജയചന്ദ്രൻ അഭിനയിച്ചിട്ടുണ്ട്. അതേസമയം ഭാവഗായകൻ പി ജയചന്ദ്രനെ അനുസ്മരിച്ചുകൊണ്ട് നടി മഞ്ജു വാര്യർ ഓർമ്മകളിലേക്കുള്ള തോണിയാണ് തനിക്ക് ജയേട്ടന്റെ ഓരോ പാട്ടെന്നും എപ്പോൾ കേട്ടാലും അത് കുട്ടിക്കാലത്തിന്റെ അരികത്ത് കൊണ്ടുചെന്ന് നിർത്തുമെന്നും മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. സിനിമ കാണുന്നത് ഇഷ്ടമില്ലായിരുന്ന കുട്ടിയെ കളിപ്പാട്ടം പോലെ കൊതിപ്പിക്കുകയും സ്ക്രീനിലേക്ക് നോക്കിയിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ശബ്ദമായിരുന്നു അദ്ദേഹത്തിന്റേതെന്നും മഞ്ജു വാര്യർ അനുസ്മരിച്ചു. കൂടാതെ ഭാവഗായകൻ പി ജയചന്ദ്രനെ അനുസ്മരിച്ചുകൊണ്ട് നടൻ മോഹൻലാലും രംഗത്തെത്തി. തലമുറകളുടെ ഭാവഗായകനായി മാറിയ ജയചന്ദ്രൻ ജ്യേഷ്ഠ സഹോദരനായിരുന്നുവെന്ന് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ജയേട്ടൻ മിക്കപ്പോഴും വീട്ടിൽ വരാറുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ പാടി കേൾപ്പിക്കും. അനിയനെ പോലെ എന്നെ ചേർത്തു പിടിക്കും. വളരെ കുറച്ച് ഗാനങ്ങൾ മാത്രമേ എനിക്ക് വേണ്ടി ജയേട്ടൻ സിനിമയിൽ പാടിയിട്ടുള്ളൂവെങ്കിലും അവയെല്ലാം തന്നെ ജനമനസ്സുകൾ ഏറ്റെടുത്തത് എന്റെ സൗഭാഗ്യമായി കരുതുന്നു എന്നും മോഹൻലാൽ കുറിച്ചു. അതിനിടെ ഗായകൻ എന്ന നിലയിൽ തിളങ്ങി നിൽക്കുന്നതിനിടയിൽ പി ജയചന്ദ്രൻ അഭിനയത്തിലും ഒരു കൈ നോക്കിയിരുന്നു. 4 ചിത്രങ്ങളിലാണ് അദ്ദേഹം വേഷമിട്ടത്. ഇതിൽ ഒരു ചിത്രത്തിൽ ജയചന്ദ്രൻ തന്നെയായി അഭിനയിക്കുകയും ചെയ്തു. കൃഷ്ണപരന്ത്, ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, നഗക്ഷതങ്ങൾ, ട്രിവാൻഡ്രം ലോഡ്ജ് എന്നിവയാണ് ആ ചിത്രങ്ങൾ. KG ജോർജ് സംവിധാനം ചെയ്ത ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്കിലായിരുന്നു ജയചന്ദ്രനായി തന്നെ അഭിനയിച്ചത്. O രാംദാസ് സംവിധാനം ചെയ്ത കൃഷ്ണപരന്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനൊപ്പം പാട്ടുപാടുകയും ചെയ്തു. ഹരിഹരൻ സംവിധാനം ചെയ്ത 1986 പുറത്തിറങ്ങിയ നഗക്ഷതങ്ങളായിരുന്നു ജയചന്ദ്രൻ അഭിനയിച്ച മറ്റൊരു ചിത്രം. ചിത്രത്തിന്റെ തിരക്കഥാകൃത്തും എഴുത്തുകാരനുമായ MT വാസുദേവൻ നായരാണ് നഗക്ഷതങ്ങളിൽ അഭിനയിക്കാൻ പി ജയചന്ദ്രനെ പ്രേരിപ്പിച്ചത്. ഒരിക്കലും അഭിനയത്തോട് താല്പര്യമില്ലാതിരുന്ന ജയചന്ദ്രൻ നഗക്ഷതങ്ങളിൽ ഒരു നമ്പൂതിരി വേഷത്തിലാണെത്തിയത്. പെരുമാറ്റ രീതികൾ അറിയാവുന്നതിനാൽ അഭിനയിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്ന് ജയചന്ദ്രൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. കേവല മർത്യഭാഷ കേൾക്കാത്ത എന്നതുൾപ്പെടെ 2 ഗാനങ്ങളും ചിത്രത്തിൽ പാടി. അതിനുശേഷം അഭിനയത്തിൽ നിന്ന് ജയചന്ദ്രൻ വിട്ടുനിന്നു. വർഷങ്ങൾക്ക് ശേഷം 2012 പുറത്തിറങ്ങിയ ട്രിവാൻഡ്രം ലോഡ്ജിലാണ് ജയചന്ദ്രൻ പിന്നീട് വെള്ളിത്തിരയിൽ കണ്ടത്. നാരായണൻ പോറ്റി എന്ന കഥാപാത്രമായി ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട ജയചന്ദ്രൻ അതിനുശേഷം അഭിനയിച്ചിട്ടില്ല. അഭിനയം തുടരാത്തത് എന്ത് എന്ന ചോദ്യത്തോട് സരസമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ആളുകൾക്ക് സഹിക്കാവുന്നതിനൊരു പരിധിയില്ലേടോ എന്നായിരുന്നു ജയചന്ദ്രൻ പറഞ്ഞിരുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.